ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിരുന്നു. യൂട്യൂബിലെ ഏറ്റവും പുതിയ ഫീച്ചറെല്ലാമാണ് ഇതിനെക്കുറിച്ചെല്ലാമാണ് അവർ കൂടുതലായി ചോദിച്ചത്. അതായത് ഓട്ടോ ഡബ്ബിംഗ് ഓപ്ഷനെല്ലാം തന്നെ അവർ കഴിഞ്ഞ മാസം അവരുടെ വീഡിയോയിലെല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഓട്ടോ ഡബ്ബിംഗ് ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവരുടെ ചാനലിൽ കാണുന്നില്ല. അല്ലെങ്കിൽ അവരുടെ വ്യൂസ് ഒന്നും തന്നെ പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഇങ്ങനെയുള്ളതൊന്നും കൂടുതലായി കാണുന്നില്ല എന്നെല്ലാമാണ് അവർ പറഞ്ഞത്. അവരുടെ അനലറ്റിക്സിൽ ഇതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് യൂട്യൂബ് ഇത്തരത്തിൽ ഓരോ ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവരുന്നത് തീർച്ചയായും യൂട്യൂബിൽ ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരുപാട് ചാനലുകളെല്ലാം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണമായി നോക്കുകയാണെങ്കിൽ ചില ചാനലുകൾ അവരുടെ ലാംഗ്വേജ് നമുക്കറിയില്ല എങ്കിലും നമ്മൾ അവരുടെ വീഡിയോ എല്ലാം കണ്ടിരിക്കാറുണ്ട്. അത് കാരണം അവർ നല്ല രീതിയിൽ അത് റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പോപ്പുലറായ ഒരുപാട് ചാനലുകൾക്ക് അവരുടെ ഓഡിയോ കൂടി നമുക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുകയാണെങ്കിൽ, അതായത് ഓട്ടോ ഡബ്ബിംഗ് ഫീച്ചറെല്ലാം ഇത്തരത്തിലുള്ള ചാനലുകൾക്ക് എനേബിൾ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായി പബ്ലിസിറ്റി അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അവരുടെ ചാനലെല്ലാം കാണാനെല്ലാം ഇത് കാരണമാകും. അതായത് പോപ്പുലറായ ചില ചാനലുകൾക്കെല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണിത്. എന്നാൽ ഒരു ചെറിയ ചാനലിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഓട്ടോ ഡബ്ബിംഗ് എല്ലാം എനേബിൾ ചെയ്തു വച്ചു എന്നതുകൊണ്ട് വലിയ മാറ്റമൊന്നും കാണണമെന്നില്ല. ഇപ്പോൾ എനിക്കും ഇതുപോലെ അനലറ്റിക്സിലെല്ലാം പോയി നോക്കുമ്പോൾ ഇതിൽ വലിയ മാറ്റമൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ അത്തരത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അല്ലെങ്കിൽ മറ്റു ആളുകളെല്ലാം കാണുന്ന ആ ഒരു ലെവലിലേക്കെല്ലാം മാറുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലാരിറ്റിയിലേക്കെല്ലാം എത്തുമ്പോൾ തീർച്ചയായും ഈ ഒരു ഫീച്ചറെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചറായിരിക്കും. അപ്പോൾ അവർ ചോദിച്ചത് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാമോ എന്നെല്ലാമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് യൂസ്ഫുൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിനായി നമുക്ക് സെറ്റിങ്സിൽ പോയതിനു ശേഷം ഇതിൻ്റെ ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ ഡിസേബിൾ ചെയ്തു എന്ന് കരുതി ചെറിയ ചാനലുകൾക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. എന്നാൽ ഇതുപോലെ പോപ്പുലറായ ഒരുപാട് ചാനലുകൾക്ക് അവർ ഈ ഒരു ഓപ്ഷനെല്ലാം തന്നെ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളതെല്ലാമാണ്. അത്തരത്തിലുള്ളവർക്ക് അവരുടെ അനലറ്റിക്സിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യമെല്ലാം എനേബിൾ ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള വ്യൂസ് എല്ലാം കൂടിയിരിക്കുന്നതെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാമാണ്. ഏത് തരത്തിലുള്ള ചാനലാണ് നമ്മുടെ ചാനലിന് പുറത്തു നിന്നുള്ള വ്യൂസ് എല്ലാം കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഓട്ടോ ഡബ്ബിംഗ് എല്ലാം നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യൂസിലെല്ലാം നമുക്ക് മാറ്റമെല്ലാം കാണാൻ സാധിക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്